കാടിൻ്റെ നിയമങ്ങൾ പഠിച്ച് മൃഗങ്ങൾക്കൊപ്പം വളർന്ന ഒരു കൊച്ചുമിടുക്കൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൗഗ്ലിയെക്കുറിച്ചും അവൻ്റെ അവിശ്വസനീയമായ ജംഗിൾ സാഹസികതകളെക്കുറിച്ചുമാണ്. സീനിയർ നദിയുടെ തീരത്തുള്ള ആ വലിയ കാട് ഉറങ്ങുകയായിരുന്നു. പക്ഷേ ആ രാത്രി ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഭീകരനായ ഷേർഖാൻ എന്ന കടുവയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നു അത്. അവൻ്റെ നിഷ്കളങ്കമായ കണ്ണുകൾ കണ്ട് മനസ്സലിഞ്ഞ രക്ഷ എന്ന ചെന്നായ അവനെ തൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ കാടിന് ഒരു പുതിയ അതിഥിയെ കിട്ടി, മൗഗ്ലി. കാടിൻ്റെ നിയമങ്ങൾ കടുപ്പമേറിയതായിരുന്നു. ചെന്നായ്ക്കൾക്കൊപ്പം ഓടാനും മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടാനും അവൻ പഠിച്ചു. അവന് കൂട്ടായി സ്നേഹനിധിയായ ബാലു എന്ന കരടിയും ബുദ്ധിമാനായ ബഗീര എന്ന കറുത്ത പാന്തറുമുണ്ടായിരുന്നു. ബാലു അവനെ കാട്ടിലെ പാട്ടുകളും മന്ത്രങ്ങളും പഠിപ്പിച്ചപ്പോൾ ബഗീര അവനെ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പഠിപ്പിച്ചു. പാറക്കെട്ടുകൾക്കിടയിലൂടെയും അരുവികൾക്കിടയിലൂടെയും മൗഗ്ലി ഒരു യഥാർത്ഥ കാടിൻ്റെ മകനായി വളർന്നു. മൗഗ്ലി വളരുന്നത് ഷേർഖാന് സഹിക്കാനായില്ല. മനുഷ്യർ കാടിൻ്റെ ശത്രുവാണ് എന്നവൻ ചെന്നായക്കൂട്ടത്തിനിടയിൽ വിദ്വേഷം പടർത്തി. ഒരു രാത്രി നിലാവെളിച്ചത്തിൽ കൂടിയ കൗൺസിൽ റോക്കിൽ വെച്ച് അകലെ എന്ന ചെന്നായ നേതാവിന് മൗഗ്ലിയെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് വന്നു. മൗഗ്ലിക്ക് തൻ്റെ പ്രിയപ്പെട്ട കാട് വിട്ടുപോകേണ്ടി വരുമെന്ന അവസ്ഥയായി. പക്ഷേ മൗഗ്ലി ഭയന്നോടിയില്ല. മനുഷ്യർ മാത്രം ഉപയോഗിക്കുന്ന ചുവന്ന പുഷ്പം അഥവാ തീ അവൻ ഗ്രാമത്തിൽ നിന്നും ശേഖരിച്ചു. കാടിനെ വിറപ്പിച്ചിരുന്ന ഷേർഖാന്റെ മുന്നിൽ ജ്വലിക്കുന്ന തീപ്പന്തവുമായി മൗഗ്ലി നിന്നു. ആ പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ഷേർഖാന്റെ കണ്ണുകളിൽ ആദ്യമായി ഭയം കണ്ടു. തൻ്റെ ബുദ്ധി കൊണ്ടും ധൈര്യം കൊണ്ടും മൗഗ്ലി ആ കാടിനെ ആ വില്ലനിൽ നിന്നും രക്ഷിച്ചു. ഒടുവിൽ മൗഗ്ലി തൻ്റെ വംശജരെ തേടി മനുഷ്യരുടെ ഗ്രാമത്തിലേക്ക് നടന്നെടുത്തു. എങ്കിലും കാടിൻ്റെ മർമരവും ബാലുവിൻ്റെ പാട്ടുകളും ബഗീരയുടെ സ്നേഹവും അവൻ്റെ ഉള്ളിൽ എന്നും ജീവിച്ചു. അവൻ കാടിൻ്റെ നിയമങ്ങൾ പഠിച്ച മനുഷ്യനായിരുന്നു. കാടിന് കാവലായ വീരനായിരുന്നു. മൗഗ്ലിയുടെ കഥ നമുക്ക് നൽകുന്ന വലിയ പാഠം എന്താണെന്നാൽ ശാരീരികമായ കരുത്തിനേക്കാൾ വലിയത് ബുദ്ധിയും ധൈര്യവുമാണ് എന്നതാണ്. നിങ്ങൾക്ക് മൗഗ്ലിയുടെ കൂട്ടുകാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ബാലുവിനെയോ അതോ ബഗീരയെയോ? ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.